നോർത്ത് പറവൂർ മടപ്പളാതുരുത്ത് പെരിയാറിന്റെ തീരത്ത് കഴിഞ്ഞ 20 വർഷമായി നടത്തിവരുന്ന മുകുന്ദപുരം സൊസൈറ്റി സ്ഥാപകനും മനുഷ്യസ്നേഹിയുമായ MT ജൂസ അനുസ്മരണം ഫ്രാൻസിസ് പാപ്പായ്ക്കായി കാവ്യാഞ്ജലിയായി നടത്തുകയും പ്രശസ്ത കവികളുടെ കവിയരങ്ങ് നടത്തുകയും ചെയ്തു. മാർപ്പാപ്പ അനുസ്മരണ ചടങ്ങുകൾ ഫാദർ പോൾ മനക്കിൽ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. മാർപ്പാപ്പയോട് തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചത് പറഞ്ഞത് ഇങ്ങനെയാണ്: പാവപ്പെട്ടവരെ മറക്കരുത്. അദ്ദേഹം പറഞ്ഞ ഒരിക്കലുമില്ല, ഞാൻ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത് തന്നെ പാവപ്പെട്ടവരെ ഓർത്തുകൊണ്ടാണ്. എല്ലാം ഉണ്ടായിട്ടും എല്ലാം ഉപേക്ഷിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമം സ്വീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ കർമ്മ പദത്തിലേക്ക് വന്നപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു പ്രായാധിക്യം നിറഞ്ഞ 75 വയസ്സിലാണ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി കാര്യമായിട്ടൊന്നും ചെയ്യുവാനുണ്ടാകില്ല. എന്നാൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രശ്നങ്ങളിലും ദരിദ്രരുടെയും അതുപോലെ തന്നെ പ്രകൃതിയുടെയും എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു മാർപ്പാപ്പ. അഡ്വക്കേറ്റ് BP പ്രേംലാൽ അധ്യക്ഷനായി. മുരളീധരൻ ആനാപ്പുഴ അനുസ്മരണം നടത്തി. ജിസ്മോൻ ഫ്രാൻസിസ്, സീന സോളമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന MT ജൂസ അനുസ്മരണ കവിയരങ്ങ് ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. സ്വർഗത്തിലേക്ക് പറന്നു മറഞ്ഞിത വിശ്വൈക ശാന്തിതൻ വെൺപിറാവ്, എങ്ങും സമാധാന ദൂതുമായെത്തിയ സ്നേഹസ്വരൂപനാം പൂമ്പിറാവ്. സ്വർഗത്തിലേക്ക് പറന്നു മറഞ്ഞിത വിശ്വൈക ശാന്തിതൻ വെൺപിറാവ്, എങ്ങും സമാധാന ദൂതുമായെത്തിയ സ്നേഹസ്വരൂപനാം പൂമ്പിറാവ്. കാൽപന്ത് കളിയുടെ നാട്ടിൽ നിന്നല്ലയോ റോമിൽ അണഞ്ഞതി നല്ലിടയൻ. കാൽപന്ത് കളിയുടെ നാട്ടിൽ നിന്നല്ലയോ റോമിൽ അണഞ്ഞതി നല്ലിടയൻ. കാൽപന്ത് കളിയുടെ നാടായ അർജന്റീനയിൽ നിന്ന് ആദ്യമായിട്ട് റോമിലെ സിംഹാസനത്തിലേക്ക് എത്തുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ശരിക്കും ഇതൊരു അർച്ചനയാണ്, കാവ്യാർച്ചന. 21 സംവത്സരം മുമ്പ് ഈ പ്രദേശത്ത് നിന്ന് ധാരാളം ആളുകളൊക്കെ വിട പറഞ്ഞു പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അവരെല്ലാം ഇപ്പോൾ ഓർമ്മിക്കപ്പെടുന്നുണ്ടോ? ഒരുപക്ഷെ അവരുടെ വർഷം തോറും പള്ളിയിലൊക്കെ ചടങ്ങ് നടത്തുന്നുണ്ടാകാം. പക്ഷെ ഇതേപോലെ ഒരു മകന്റെ താല്പര്യം കൊണ്ട് ഒരു പിതാവിൻ്റെ പേര് സ്മരിക്കപ്പെടുന്നത് വളരെ വിരളമാണ്. നമ്മുടെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. അപ്പോ പിതാവിനെ അനുസ്മരിക്കാൻ പായസം കൊടുക്കലല്ല, സദ്യ കൊടുക്കലല്ല, അതിനപ്പുറം കവിതയെ സ്നേഹിക്കുക, കവികൾക്ക് ഒരുമിച്ച് കൂടി ഒരു അർച്ചന നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കുക, അതിലൂടെ ഈ കവികളെല്ലാം പ്രോത്സാഹിപ്പിക്കുക. വലിയ താല്പര്യത്തോടു കൂടിയാണ്. ഇപ്പോൾ മോഹൻ ചെറായി എന്ന് പറഞ്ഞാൽ ചെറായിക്കാരനല്ല, ഇപ്പോൾ അദ്ദേഹം വളരെ ദൂരെ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. നേരത്തെ എത്തി. സരസൻ ഇടവരക്കാട്, എനിക്ക് തോന്നുന്നു അവരൊക്കെ ആദ്യമായിട്ടാണ് വരുന്നതെന്ന്. നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്ന കവയത്രികളൊക്കെ നമ്മുടെ പ്രിയങ്കരായ നമ്മുടെ സഹയാത്രികരായ കവികളൊക്കെ നേരത്തെ തന്നെ വർഷങ്ങളായി ഇതിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. KV അനന്തൻ മാസ്റ്റർ അധ്യക്ഷനായി. ജൂസ അവരുടെ നിര്യാണത്തിലുള്ള എന്നാണ് 21 ഇത്തവണ 21ാമത്തെ അനുസ്മരണ ചടങ്ങാണ് നടക്കുന്നത്. ഒരു കാരണവശാലും അതിനുള്ളത് മാറ്റാൻ പാടില്ല. അത് ഏറ്റവും യുക്തമായ കാര്യമാണ് ഇവിടെ തീരുമാനിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ നമുക്ക് അത്യധികമായ ദുഃഖമുണ്ട്. അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളിലും പിന്നെ ഇവിടെ അധ്യക്ഷനൊക്കെ പറഞ്ഞ പോലെ ലോകമാകെ ഇന്ന് വലിയൊരു ദുരന്തത്തിലാണെന്നൊക്കെ പറഞ്ഞ പോലെ മനുഷ്യരുടെ അവസ്ഥകൾ കാണുമ്പോൾ ഇതെന്താണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയോ മനുഷ്യൻ എന്ന് ചിന്തിച്ചത്. കൺവീനർ നോയൽ രാജ്, VV സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു.
ജോജോ മനക്കിൽ നന്ദി പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്നതാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പയായിട്ട് മത്സരിച്ചപ്പോൾ 2ാം സ്ഥാനത്ത് വന്ന മാർപ്പാപ്പ. ഇപ്പൊ പലരും പറയണം അന്ന് ആയിരുന്നെങ്കിൽ ഈ ലോകത്തിന് തന്നെ അദ്ദേഹം ഈ 12 കൊല്ലം കൊണ്ട് ഇത്രയും മാറ്റം ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ഈ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ കാലം കൂടി ഉണ്ടായിരുന്നെങ്കിലൊന്നും. അപ്പോൾ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായ മാർപ്പാപ്പയുടെ ഈ പരിപാടി നമ്മളിവിടെ നടത്താനായിട്ട് യുക്തമായി തെരഞ്ഞെടുത്ത സിപ്പിസാറി ചടങ്ങ് ഇത് ചെയ്യുന്നതാണ്. പ്രിയങ്ക പവിത്രൻ, പ്രഭാ ദാമോദരൻ, അജിത് പുത്തൂർ, മേരി തോമസ്, മോഹൻ ചെറായി, സരസൻ എടവനക്കാട്, ഹൻസ അശോക്, ഗീത മേലേടത്ത്, ബാബു മുനമ്പം, സുബ്രഹ്മണ്യൻ കൂവപ്പറമ്പിൽ, ഷെറീന സിദ്ദിഖ് എന്നീ കവികൾ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.